വയനാട് ദുരിതത്തിൽ മാതാപിതാക്കളെ നഷ്ടമായ വിദ്യാർത്ഥിനിയുടെ നഴ്സിംഗ് പഠനം ഏറ്റെടുത്ത് ക്രൈസ്തവ കൂട്ടായ്മ. ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ലത്തീൻ കത്തോലിക്ക സഭ ഭൂമി വിട്ടു നൽകും. റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ ഉള്ളത് വയനാട് എക്യുമെനിക്കൽ സംഘം. ഫാദർ സൂചിപ്പിച്ച പോലെ 8 സഭകളുടെ കൂട്ടായ്മയാണ്. അവർ ഈ ദുരന്തമുഖം സന്ദർശിക്കുക മാത്രമല്ല ചില ഇടപെടലുകൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ആ ഫോറത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന വൈദികൻ ഫാദർ ചേരുകയാണ്. നമ്മളൊരു കുട്ടിയുടെ +2 പഠനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. തീർച്ചയായും ഒരു കുട്ടിയുടെ പഠനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 8 സഭകളും ഈ വയനാട്ടിലെ എല്ലാ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വേളയിലും ഇടപെടുന്ന, ശക്തമായ രീതിയിൽ ഇടപെടുന്ന ഒരു വലിയൊരു സംഘടനയാണ് വയനാട് എക്യുമെനിക്കൽ ഫോറം എന്ന ഈ സംഘടന. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഈ വലിയ മഹാദുരന്തത്തിൻ്റെ വേദന അനുഭവിക്കുന്നവരുടെ ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു. ദൈവം ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് സുനിൽ എടച്ചേരി. അതായത് ഈ വൈദികർ അടങ്ങുന്ന വലിയൊരു സംഘമാണ്. കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ സുനിൽ അച്ഛൻ പറഞ്ഞത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വിദ്യാർത്ഥിയുടെ +2 വിദ്യാർത്ഥിയുടെ പഠന ചെലവ് പൂർണ്ണമായി തുടർ പഠനം, അല്ലേ? അങ്ങനെയല്ലേ? നേഴ്സിംഗ്, അതൊരു വ്യക്തിവരുത്താം. നേഴ്സിംഗ് പഠനം. മീന എന്ന് പറയപ്പെടുന്ന ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ്. ആ കുട്ടിയുടെ വീടും അതുപോലെ തന്നെ അവരുടെ സ്ഥലമെല്ലാം ഈ മുണ്ടക്കയിലുള്ള വലിയ ദുരന്തത്തിൽ ഒഴുകിപ്പോയതാണ്. അങ്ങനെ അച്ഛനും അമ്മയും ഇല്ലാത്ത വീടും സ്ഥലവും നഷ്ടപ്പെട്ട മീന എന്ന് പറയപ്പെടുന്ന 19 വയസ്സുകാരിയായിട്ടുള്ള ഒരു കുട്ടി ഇപ്പോൾ CMS ഹയർ സെക്കൻഡറി സ്കൂളിലുള്ളതായ ഒരു ക്യാമ്പിൽ, ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഇപ്പോൾ ആ കുട്ടിയുള്ളത്. അപ്പോൾ ഞങ്ങൾ എക്യുമെനിക്കൽ ഈ കൂട്ടായ്മ ഒന്നിച്ചവിടെ സന്ദർശിക്കുകയും KR കോളേജ്, ബാംഗ്ലൂർ ആരോഹള്ളി എന്നറിയപ്പെടുന്ന KR കോളേജിൻ്റെ അതിൻ്റെ ഓണറും എബനേസർ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്ന് എക്യുമെനിക്കൽ ഫോറത്തിൻ്റെ എല്ലാവിധ പിന്തുണയോടും കൂടി ആ കുട്ടിയെ ഏറ്റെടുത്ത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം വരുന്ന 3 വർഷക്കാലത്തെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പൂർണ്ണമായ ചെലവ് എബനേസർ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റും KR കോളേജും ചേർന്ന് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് ഈ എക്യുമെനിക്കൽ ഫോറത്തിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ഞങ്ങൾ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഫോറവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോഴിക്കോട് രൂപത വർഗീസ് ചക്കാലയ്ക്കൽ പിതാവ് ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കുന്നതിന് ആവശ്യമുണ്ടെങ്കിൽ സ്ഥലം വിട്ടുകൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചുകൊള്ളുന്നു. കോഴിക്കോട് രൂപതയുടെ എസ്റ്റേറ്റാണ് ചേലോട്. ആ സ്ഥലത്ത് വീട് വെക്കുകയാണെങ്കിൽ സ്ഥലം ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുവാനായിട്ട് ഞങ്ങളുടെ രൂപത, കോഴിക്കോട് രൂപത തയ്യാറാണെന്ന് ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലത്തീൻ സഭയുടെ കോഴിക്കോട് രൂപത വയനാട് തന്നെ ആളുകൾക്ക് വീട് വെക്കാൻ സ്ഥലം സൗജന്യമായിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം ലത്തീൻ സഭയുടെ വൈദികൻ കൂടി അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ഒരാളൂടെ പോവാം. എളിയ ആഹ്വാനമാണ് ഈ സന്ദർഭത്തിൽ. ഞങ്ങൾ വന്ന അരപ്പറ്റ സ്കൂളിൽ വെച്ച് സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള അമ്മമാരും കുട്ടികളും എല്ലാം പറഞ്ഞു, ഞങ്ങളിവിടെ ഈ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്നതിന് ആവശ്യമായി ഇനി ഒരു സെറ്റിൽമെൻറ്റ്, വീടുകളോ അല്ലെങ്കിൽ അതുപോലെ താമസ സൗകര്യമോ ഞങ്ങൾക്ക് ലഭ്യമാകാൻ വളരെ സമയമെടുക്കും. അക്കാലം അത്രയും താമസിക്കുവാനുള്ള ഭവനങ്ങൾ ഞങ്ങൾക്ക് എവിടെ കിട്ടും? കുറഞ്ഞ വാടകയ്ക്ക് എവിടെ കിട്ടും? അപ്പം എൻ്റെ ഒരു ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു എളിയ അഭിപ്രായം ഇതാണ്. അതായത് നമുക്ക് ധാരാളം ആൾക്കാർ, ഭവനങ്ങൾ, ഒന്നിലേറെ വീടുകളുള്ളവരുണ്ട്. ഗൾഫ്, വിദേശ രാജ്യങ്ങൾ താമസിക്കുന്ന അടച്ചുപൂട്ടിയ വീടുകളുണ്ട്, പൂട്ടിക്കിടക്കുന്ന വീടുകളുണ്ട്. കേരള സമൂഹം ഒന്നിച്ച് വിചാരിച്ചാൽ ഈ ആൾക്കാരെ അടുത്തൊരു സെറ്റിൽമെൻറ്റ്, താമസ സൗകര്യം ഉണ്ടാകുന്നവരെ സൗജന്യമായി താമസിക്കാനുള്ള സൗകര്യം വിട്ടുകൊടുക്കുവാനുള്ള ഒരു സന്മനസ്, ഇത്രയും കാര്യങ്ങൾ എളിയപൂർവ്വം ചെയ്താൽ നമുക്ക് കഴിയും. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സന്ദേശമാണ്, ഒരു ആഹ്വാനമാണ് പറയാനുള്ളത്. സഭകൾക്ക് ഒത്തിരി ആതുര ശുശ്രൂഷ കടന്നു വരിക. നമുക്കത് ചോദിച്ചത്, സഭകൾക്ക് ഒത്തിരി ആതുരാശ്രമങ്ങളും സ്ഥലങ്ങളും ഒക്കെയുണ്ട്. അത്തരം കേന്ദ്രങ്ങളും വേണമെങ്കിൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആളുകളെ താമസിപ്പിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ സഭയ്ക്ക് ഉള്ള സ്ഥലങ്ങൾ, സ്കൂളുകൾ, നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് അവർക്ക് താമസം. തീർച്ചയായിട്ടും വലിയൊരു സന്ദേശമാണ്. സർക്കാർ ഇക്കാര്യത്തിൽ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ പറയുന്നത് ഇപ്പോൾ ക്യാമ്പിലുള്ള മുഴുവൻ ആളുകളെയും പുനരധിവസിപ്പിക്കും. ഒപ്പം അവരുടെ അഭിപ്രായം കൂടി, അവർക്ക് ഏത് തരത്തിലാണ് പുനരധിവാസം ആവശ്യമുള്ളത് ആ അഭിപ്രായത്തിൽ തന്നെയായിരിക്കും പുനരധിവാസ പ്രവർത്തനം നടത്തുക. അതിന് എത്തുന്ന സന്നദ്ധ പ്രവർത്തകർ, എക്യുമെനിക്കൽ പ്രവർത്തകർ എല്ലാം മാതൃകയാണ്. നമ്മുടെ ഈ സ്ഥലത്ത് ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്ററിൻ്റെ ഒരു നാടുകൂടിയാണല്ലോ, അല്ലെങ്കിൽ ബന്ധുക്കൾ നാടുകൂടിയാണല്ലോ. അവിടെ ഉള്ളവർ സേഫ് ആയിട്ടുണ്ടോ? അവർ സേഫ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിന്ന് ഒരു 100 മീറ്റർ ദൂരമാണ് അവരുടെ വീടുള്ളത്. അപ്പോൾ അവരുടെ വഴി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഈ സ്ഥലം ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എവിടെ നിന്നൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ അവർ സേഫാണ്,
കുഴപ്പമില്ല. എന്തായാലും ഈ നമ്മുടെ കുറേ സഭാവിശ്വാസികളിലൂടെ ഉണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും വലിയ സന്ദേശം. നമ്മൾ ഈ ലൈവ് ഇതെടുക്കുമ്പോൾ നമുക്ക് തന്നെ അറിയില്ലായിരുന്നു 3 പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഒരു +2 വിദ്യാർത്ഥിനെ പഠന ചെലവ് മുഴുവൻ ഏറ്റെടുക്കാൻ, അത് നേഴ്സിംഗ് വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാൻ എക്യുമെനിക്കൽ സംഘത്തിനത്തിൽ തീരുമാനമായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട വൈദികൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് രൂപത ലത്തീൻ സഭയുടെ അവർ സൗജന്യമായി സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, ഈ ക്യാമ്പിൽ എന്തായാലും സർക്കാർ അവരോടൊപ്പമുണ്ട്. എന്നാൽ പോലും ക്യാമ്പ് കഴിഞ്ഞ് ഏതെങ്കിലും സമയത്ത് അവർക്ക് താൽക്കാലികമായി താമസിക്കണമെങ്കിൽ അതിനും സഭയുടെ സ്ഥാപനങ്ങളിൽ അവർക്ക് താമസിക്കാവുന്ന വലിയ ഒരു സന്ദേശം നൽകുകയാണ്. എന്തായാലും നമ്മൾ മലയാളികൾ ഒത്തൊരുമിച്ച് നിൽക്കുന്ന വലിയ ഒരു ദുരന്തമുഖത്താണ്. അവരോടൊപ്പം നിൽക്കുന്ന ഇവർക്ക് കൈരളി ന്യൂസും നന്ദി അറിയിക്കുകയാണ്. ഈ വയനാട്ട് ചൂരൽമലയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു.